നിങ്ങളുടെ ജീവിതം മാറാൻ ഒരു മണിക്കൂറും പോലും വേണ്ട, ഒരു പുസ്തകം പോലും വേണ്ട, ഒരൊറ്റ ചോദ്യം മതി. ആ ചോദ്യം നിങ്ങൾ ആത്മാർത്ഥമായി അന്വേഷിക്കാൻ തയ്യാറാണെങ്കിൽ ഈ സീരീസ്, ഞാനിപ്പോൾ പറയുന്ന സീരീസ് അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾ ഈ ലോകത്തെ കാണുന്ന രീതിയും നിങ്ങൾ കാണുന്ന രീതിയും ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല. കാരണം നൂറ്റാണ്ടുകളല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യനെക്കുറിച്ച് ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുക. ആ അന്വേഷണം ഒരു രാജ്യത്തിൻ്റെയോ ഒരു മതത്തിൻ്റെയോ ഒരു സംസ്കാരത്തിൻ്റെയോ മാത്രം സ്വന്തമല്ല. ഇന്ത്യയിലെ ജ്ഞാനപാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് ഉപനിഷത്തുക്കൾ, യോഗസൂത്രങ്ങൾ, ഭഗവത്ഗീത, ബൗദ്ധദർശനം തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ മനുഷ്യൻ്റെ ആന്തരിക പ്രവർത്തനത്തെക്കുറിച്ച് അതിശയകരമായ നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ചിലതിനെ തന്ത്ര എന്ന പദത്തിലൂടെ വിശദീകരിക്കാറുണ്ട്. ഇവിടെ തന്ത്ര എന്നുള്ളത് ദുരൂഹമായിട്ടുള്ള ചില ശക്തികളല്ല, ഒരു ലക്ഷ്യം കൂടുതൽ ഫലപ്രദമായി നേടാൻ മനുഷ്യൻ്റെ ശരീരവും മനസ്സും ശ്രദ്ധയും എങ്ങനെ ഉപയോഗിക്കാം എന്നതിനുള്ള പ്രായോഗികമായിട്ടുള്ള മാർഗങ്ങളാണ്. കഴിഞ്ഞ വർഷങ്ങളായി മനുഷ്യൻ്റെ മനസ്സിനെയും പെരുമാറ്റത്തെയും സൈക്കോളജിയുടെ കാഴ്ചപ്പാടിൽ പഠിക്കുകയും ആയിരക്കണക്കിന് ആളുകളോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്ത അനുഭവത്തിൽ എനിക്ക് ഒരു കൗതുകം തോന്നി. ഈ പുരാതന ഗ്രന്ഥങ്ങളിൽ പറയുന്ന ആശയങ്ങളിൽ ഇന്നത്തെ ന്യൂറോ സയൻസും സൈക്കോളജിയും കണ്ടെത്തിയ കാര്യങ്ങളുമായി സാമ്യമുള്ള ഉൾക്കാഴ്ചകൾ ഉണ്ടെങ്കിൽ അവയെ ഇന്നത്തെ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രായോഗികമായി ഉപയോഗിക്കാനാകുമോ? ആ അന്വേഷണത്തിൻ്റെ ഫലമാണ് ഈ വീഡിയോ സീരീസ്. ഈ സീരീസിൽ നമ്മൾ പുരാണ കഥകളൊന്നും പഠിക്കുകയല്ല, മനുഷ്യനെക്കുറിച്ച് പഠിക്കുകയാണ്. അത് ഒരുപാട് കാലമായിട്ട് മനുഷ്യനെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഒരു ആശയം ശാസ്ത്രീയമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് ഇന്ത്യൻ പുരാണങ്ങളിൽ നിന്ന് ലഭിക്കാനുണ്ട്. ഇവിടെ നമ്മൾ മനുഷ്യനെ പഠിക്കുകയാണ്. ഒരു ആശയം ശാസ്ത്രീയമായി പിന്തുണക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അങ്ങനെ തന്നെ പറയണം, അല്ലേ? ഒരു ആശയം ദാർശനികമായ ഉൾക്കാഴ്ചയാണെങ്കിൽ അതും അങ്ങനെ തന്നെ അവതരിപ്പിക്കണം. കാരണം നമ്മുടെ ലക്ഷ്യം ഒരു വാദത്തിൽ ജയിക്കുക എന്നുള്ളതല്ല, ജീവിതത്തിൽ ജയിക്കണം. അതിനാൽ ഒരു അപേക്ഷ മാത്രം, ഈ സീരീസ് കേട്ടിട്ട് അങ്ങ് വിടരുത്. ഓരോ എപ്പിസോഡിലും ഞാൻ പറയുന്ന ചെറിയ പരിശീലനങ്ങൾ ചെയ്യണം. കാരണം അറിവ് കേൾക്കുമ്പോൾ ബുദ്ധി വളരും, പക്ഷെ അറിവ് പരിശീലിക്കുമ്പോഴാണ് ജീവിതം വളരുന്നത്. ഇനി ഈ മുഴുവൻ സീരീസിൻ്റെയും അടിസ്ഥാനപരം ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, മനുഷ്യൻ ശരിക്കും ആരാ? ചോദ്യം കേൾക്കുമ്പോൾ പലരും പറയും എന്തിലിപ്പോൾ എന്താ വലിയ കാര്യം. പക്ഷെ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കും. നിങ്ങൾക്ക് ദേഷ്യം വരുന്നു, എന്നാൽ എനിക്കിപ്പോൾ ദേഷ്യം വരുന്നു എന്ന് തിരിച്ചറിയാനും നിങ്ങൾക്ക് കഴിയുന്നില്ലേ? നിങ്ങൾക്ക് ദേഷ്യം വന്നിട്ടൊന്നും തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? നിങ്ങൾക്ക് പേടി തോന്നണം, അത് എനിക്കിപ്പോൾ പേടി തോന്നുന്നു എന്നും നിങ്ങൾക്കറിയാം, പേടി വരുന്ന സമയത്ത്. അപ്പോൾ ദേഷ്യപ്പെടുന്നതാരാ? പേടിക്കുന്നതാരാ? ദേഷ്യവും പേടിയൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ അതൊക്കെ അനുഭവിക്കുന്ന ആരാ? ഈ ദേഷ്യത്തെയും പേടിയെയും കാണുന്നത് അനുഭവിക്കുന്ന ആരാ? ഈ ചോദ്യമാണ് ഇന്ത്യൻ ജ്ഞാന പാരമ്പര്യത്തിൽ വീണ്ടും വീണ്ടും ഉയർന്നു വന്നിട്ടുള്ളത്. ഉപനിഷത്തുകൾ ഈ നിരീക്ഷണത്തെ സാക്ഷി എന്നൊരാശയത്തിലൂടെയാണ്. അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സിദ്ധാന്തമാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ആധുനിക സൈക്കോളജിയിലെ ചില സമീപനങ്ങൾ, പ്രത്യേകിച്ചും സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും ഒരു അകലം പാലിച്ച് നിരീക്ഷിക്കുന്ന കഴിവ് വളർത്തിയെടുക്കുന്നത് മാനസികാരോഗ്യത്തിനും സ്വയം നിയന്ത്രണത്തിനും സഹായകമാണെന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാമ്യമാണ്, ഒന്നിനെ മറ്റൊന്നിൻ്റെ തെളിവായിട്ട് കാണുകയല്ല. അതായത് സിനിമാ തിയേറ്ററിനെ കുറിച്ച് ചിന്തിക്കുക. സ്ക്രീനിൽ യുദ്ധം, സ്നേഹത്തെക്കുറിച്ച് കാണുന്നുണ്ട്, പരാജയത്തെക്കുറിച്ച് കാണുന്നുണ്ട്, വിജയമുണ്ട്, പക്ഷേ സ്ക്രീൻ മാറുന്നുണ്ടോ? ഒരു സാമ്യതയുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിലൂടെ ചിത്രങ്ങൾ മാത്രം കടന്നു പോകുന്നു. നമ്മുടെ മനസ്സിന് ഓരോ ദിവസവും ആയിരക്കണക്കിന് ചിന്തകൾ വരുന്നുണ്ട്. ചിലത് പ്രതീക്ഷ, ചിലത് ഭയം, ചിലത് ഓർമ്മകൾ, ചിലത് സങ്കല്പങ്ങൾ. പ്രശ്നം ചിന്തകൾ വരുന്നതല്ല, ഓരോ ചിന്തയും ഞാനാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നതാണ് പ്രശ്നം. ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതം ചിന്തകളുടെ അടിമയാവുക. ഇപ്പം നമ്മൾ നേരത്തെ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ ഭയമായി മാറണം, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം, ഞാനൊരു ദേഷ്യമായിട്ട് മാറും. ആ നിമിഷമാണ് നമ്മൾ ഈ ഇമോഷൻസിൻ്റെ അടിമകളായിട്ട് മാറുന്നത്. ഇന്നത്തെ ന്യൂറോ സയൻസ് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളും തീരുമാനങ്ങളും തലച്ചോറിലെ നിരവധി ശൃംഖലകളുടെ സംയുക്ത പ്രവർത്തനത്തിലൂടെയാണ് രൂപപ്പെടുന്നത് എന്ന്. അതേസമയം സൈക്കോളജി നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊരു കഴിവാണ്. നമ്മുടെ ചിന്തകളെ തന്നെ ശ്രദ്ധിക്കാൻ മനുഷ്യന് കഴിയും. ആ കഴിവ് വളരുമ്പോൾ പ്രതികരണത്തിനും തീരുമാനമെടുക്കുന്നതിനും ഇടയിൽ ഒരു ചെറിയ ഇടമുണ്ടാകുന്നു. ആ ചെറിയ ഇടമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ തുടക്കം. ഇന്ന് നിങ്ങളൊരു ചെറിയൊരു പരിശീലനം ചെയ്യാം. ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് ശാന്തമായിട്ടിരിക്കുക. ശ്വാസം സ്വാഭാവികമായിട്ട് തന്നെ പോട്ടെ, ചിന്തകളൊന്നും തടയാൻ ശ്രമിക്കരുത്. ഓരോ ചിന്ത വരുമ്പോഴും മനസ്സിൽ ഇത് മാത്രം പറയാം, ഒരു ചിന്ത വന്നു, ദേഷ്യം വരുമ്പോൾ ഒരു വികാരം വന്നു, ഒരു ഓർമ്മ വന്നു, അവയെ മാറ്റാൻ ശ്രമിക്കരുത്. വെറുതെ നിരീക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഈ ലളിതമായ പരിശീലനം നിങ്ങളുടെ ചിന്തകൾ മാത്രമല്ല എന്ന തിരിച്ചറിവിലേക്കുള്ള ആദ്യ ചൂടായിരിക്കും. വർഷങ്ങളായി ഞാൻ ആളുകളോടൊപ്പം പ്രവർത്തിച്ചപ്പോൾ വീണ്ടും മനസ്സിലാക്കിയ സത്യം, അറിവ് മാത്രം ജീവിതം മാറ്റുന്നില്ല. എത്ര വാട്സപ്പ് മെസ്സേജസ് ആണ് ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ
എത്ര അറിവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ AI വെച്ചിട്ടാണെങ്കിൽ നമ്മുടെ കയ്യിലുണ്ട് അല്ലെ, എല്ലാ അറിവുണ്ട്. ഇത് ജീവിതം മാറ്റുന്നുണ്ടോ? ഇത് എല്ലാവർക്കും ഒരേ അറിവും കിട്ടിയിട്ട് കാര്യമില്ല. ഓരോ മനുഷ്യൻ്റെയും നാഡീവ്യൂഹവും ജീവിതാനുഭവങ്ങളും ശീലങ്ങളൊക്കെ വ്യത്യാസമല്ലേ. അതുകൊണ്ട് തന്നെ ചിലർക്ക് വ്യക്തിഗതമായിട്ട് മാർഗനിർദ്ദേശത്തോട് കൂടിയിട്ടുള്ള പരിശീലനം ലഭിക്കുമ്പോൾ വർഷങ്ങളായി മാറാത്ത കാര്യങ്ങൾ വളരെ വേഗത്തിൽ മാറാൻ തുടങ്ങും. ഇന്ന് ഈ ഒരു ചോദ്യം മാത്രം നിങ്ങളോടൊപ്പം കൊണ്ടുപോവുക. ഞാൻ എൻ്റെ ചിന്തകളാണോ അതോ എൻ്റെ ചിന്തകളെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരാളാണോ? ഞാനൊരു ഇമോഷനാണോ അതൊരു ഇമോഷനെ ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരാളാണോ? ഈ ചോദ്യത്തിന് നിങ്ങൾ കണ്ടെത്തുന്ന ഉത്തരമാണ് ഈ മുഴുവൻ സീരീസിൻ്റെ അടിസ്ഥാനം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ അന്വേഷിക്കാൻ പോകുന്ന ഇതിലും അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് സാഹചര്യങ്ങളാണോ അതോ വർഷങ്ങളായി നമ്മുടെ തലച്ചോറിൽ എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന എഴുതപ്പെട്ട ആന്തരിക പ്രോഗ്രാമാണോ? ആ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ വിധി എന്ന വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ പോലും മാറാൻ തുടങ്ങും.